സോ നീറ്റ് 2024 ഒരു മിന്നും വിജയം കരസ്ഥമാക്കിയ നമ്മുടെ ബ്രില്യന്റിന്റെ അഭിമാനമായ അമൽ ഫാത്തിമയുടെ വീട്ടിലാണ് ഇന്ന് ബ്രില്യന്റ് ഫാമിലി എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു വർഷം അമലിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ആദ്യം തന്നെ അമൽ, കൺഗ്രാറ്റ്സ് ഫോർ ദ റിസൾട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമലിന്റെ റിസൾട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമൽ ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ അമൽ ഫാത്തിമ നിസാം, Q4 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഇത്തവണ ഓൾ ഇന്ത്യ റാങ്ക് 2676 ഉണ്ട്. എൻ്റെ നീറ്റ് സ്കോർ 694 ആണ്. റിസൾട്ട് ഒക്കെ നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമലിനോട് ചോദിക്കുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ മോള് ഫസ്റ്റ് ഒരു 1 ഇയർ ത്രൂ ഔട്ട് ഈ ഒരു ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവും എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റിന്റെ ഒപ്പം ഉള്ള ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവും. ഞാൻ ബ്രില്യന്റിൽ വരുന്നതിന് മുന്നേ ബ്രില്യന്റ് ഭയങ്കര അവിടുത്തെ ഷെഡ്യൂൾ ഭയങ്കര ഹെക്ടിക് ആയിരിക്കും, അവിടെ പോയാൽ നല്ല സ്ട്രെസ് ആയിരിക്കും എന്നൊക്കെ കേട്ടോ. പക്ഷേങ്കിൽ ആ പറയുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊന്നും എനിക്ക് സ്ട്രെസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഉണ്ടാവുമല്ലോ, കിട്ടുമോ പറ്റുമോ അങ്ങനത്തെ ഒക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയ സ്ട്രെസ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് സ്ട്രെസ് ഒന്നും തന്നിട്ടില്ല. അത് തന്നെ എനിക്ക് വലിയൊരു എന്താ പറയുന്ന ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ഒരു സ്ട്രെസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ രസമായിരുന്നു. ഒരു വർഷം പുതിയ എക്സ്പീരിയൻസസ് ഈ കോഴ്സിന് വേണ്ടതിനേക്കാളും കൂടാതെ ലൈഫും കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെ അതും പഠിച്ചു. പിന്നെ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാനൊക്കെ അതിനുള്ള സപ്പോർട്ട് അവിടുത്തെ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും തരുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പം നമ്മുടെ വാർഡൻ ആണെങ്കിലും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു. എല്ലാം നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റി. അൽഹംദുലില്ലാ നല്ല റിസൾട്ടൊക്കെ ഉണ്ടായി. ഹാപ്പിയാണ്. നല്ല റിസൾട്ട് എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബ്രില്യന്റിൽ വന്നതിൽ. ആ ഒരു വർഷം ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ പഠിച്ചത്. ഇപ്പോൾ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വാർഡൻസ് ആയിക്കോട്ടെ, അതുപോലെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്രില്യനിൽ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് മെൻറ്റർ സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ അമലിനൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലാണെങ്കിൽ തന്നെ അതിനൊരു വാർഡൻ കാര്യങ്ങളുണ്ടായിരുന്നു, ഈവൻ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. സോ ബ്രില്യന്റിന്റെ ഫാക്കൽറ്റീസ് ആയിരുന്നു. അതുപോലെ ഇതുപോലത്തെ ഒരു സൈഡിൽ നിന്നുള്ള അമലിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അവരുടെ നമ്മുടെ ബ്രില്യൻ സൈഡിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവോ? അങ്ങനെ മെന്ററിന്റെ വാർഡന്റെ കാര്യം പറയുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടുപേരും ഒരാളായിരുന്നു. അതായത് എൻ്റെ മെന്ററും എൻ്റെ ഹോസ്റ്റൽ വാർഡനും ഒരാളായിരുന്നു. നീതു അമ്മ എന്ന പേര്. ആള് നല്ല രസമായിരുന്നു. നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് തന്നെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇതിൻ്റെ പേനൊക്കെ കറക്കി ഇരിക്കുന്ന കൂട്ടത്തിൽ, ആലോചന കൂടുതലുള്ള കൂട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴാണേലും ആള് വന്ന് എന്ത് പറ്റി എന്നൊക്കെ വന്ന് ചോദിക്കുകയും വിളിച്ച് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഏതാണ്ട് നമ്മുടെ വീട്ടുകാർ നമ്മളെ നോക്കുന്ന ആ ഒരു തന്നെ കിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. മിസ്സാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ വന്ന് ഇടയ്ക്ക് മോട്ടിവേഷൻ തരുമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരല്ലേ അപ്പൊ കാര്യമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ കാരനൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് എല്ലാരും ഇങ്ങനെയൊക്കെ ഇതിൽ കൂടെ തന്നെ കടന്നു പോയിട്ടാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കാണ് ഒരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ നല്ലായിരുന്നു. അപ്പൊ നീത മിസ്സിന്റെ അടുത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ക്ലാസ്സിൽ അത് തന്നെ മിസ്സിനെ ക്ലാസ്സിൽ വെച്ച് എന്നെ സ്റ്റുഡൻ്റ് ആയിട്ടും അറിയാം, ഹോസ്റ്റലിലൊരു കുട്ടിയായിട്ട് അറിയാവുന്ന രണ്ട് രീതിയിൽ. ഹോസ്റ്റലിൽ എങ്ങനെയാണ് ഞാൻ, ക്ലാസ്സിൽ എങ്ങനെയാണ് എന്നെ അറിയായിരുന്നു. അപ്പോൾ രണ്ടിടത്തും നല്ല രീതിയിൽ നോക്കണ്ടായിരുന്നു. അപ്പം ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കൂടെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴൊക്കെ ആണെങ്കിലും ഡയറക്ടേഴ്സ് റിസൾട്ട് അനാലിസിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറക്ടേഴ്സ് എത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്? ഡയറക്ടേഴ്സ് ഇങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോഴും ക്യാഷ് പ്രൈസ് ഒക്കെ തരാൻ എനിക്കും കുറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് പ്രൈസ് ഒക്കെ തരാനായിട്ട് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. വരുമ്പോ ഒക്കെ ഇതുപോലെ ഭാവിയിൽ ഇനിയും കിട്ടട്ടെ, മെയിൻ എക്സാമിന് ഇതുപോലെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അവര് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ആണെങ്കിൽ തന്നെ അവിടെ എല്ലാരും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന കാണുമല്ലോ. അപ്പൊ ജോർജ് സാറിന്റെ മോട്ടിവേഷനെ പറയാം. ഇത് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ജോർജ് സാറാണ്. ജോർജ് സാർ എല്ലാ എക്സാമും ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമും കഴിഞ്ഞ് വരാൻ ശ്രദ്ധിക്കും ആള്. അങ്ങനെ വന്ന് ഇതേപോലെ സാറിങ്ങനെ ഓടി വന്ന് ഇതേപോലെ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ, 0 മാർക്കുള്ളവർക്ക് പോലും അവസാനം 720 കിട്ടും. അതൊക്കെ പറയുമ്പോ നമുക്കൊരു എന്താ പറയാ ഒരു സന്തോഷം അതൊക്കെ കേൾക്കുമ്പോ. അങ്ങനെ വളരെ നല്ല ഇതായിരുന്നു സാറിന്റെ ഭാഗത്തുനിന്ന്. നമുക്ക് മെന്റേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ ഡയറക്ടേഴ്സ് ആണെങ്കിലും നല്ലതായിരുന്നു. മറ്റേ ലാസ്റ്റ് ഈ ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ടാവുമല്ലോ, അതിനകത്താണെങ്കിൽ ഇപ്പൊ സന്തോഷ് സാർ വന്ന് സംസാരിച്ച് കേട്ടിട്ടുണ്ട്, സ്റ്റീഫൻ സാർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡയറക്ടർമാരുടെയും വാക്കുകളും നമ്മളെ ഈക്വലായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. സോ അമലിന്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഒരു നീറ്റ് ഒരു MBBS ഡോക്ടർ എന്നുള്ള സ്വപ്നമാണ് ഇപ്പൊ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ലൈഫിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റിലായിരിക്കും നമുക്ക് ഈ ഒരു MBBS എന്നുള്ള ഒരു ഡ്രീം അമലിൽ വന്നു കാണാം. ഓക്കെ, അപ്പൊ അത് എപ്പോഴായിരുന്നു എനിക്കൊരു ആ ഒരു പാഷനിലേക്ക് എത്തണം, എനിക്കൊരു MBBS ആവണം എന്നൊരു തോന്നൽ എപ്പോഴാണ് ജസ്റ്റ് അമലൊന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നൊന്ന് പറയാം?
ഞാൻ എല്ലാരും പറയത്തില്ല എനിക്ക് കൊച്ചിലെ തൊട്ടേ ഡോക്ടർ ആവണം അങ്ങനെ ഒരു ഇതിലല്ലായിരുന്നു. ഇതേപോലെ കൊച്ചിലെ ശരിയാണ് ഇവര് ഡോക്ടർ സെറ്റ് ഒക്കെ വാങ്ങിച്ചു വന്ന് ഞാൻ അതൊക്കെ വെച്ച് കളിക്കും. ഇപ്പൊ ഇവർക്കൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ രോഗികളുണ്ടല്ലോ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരുടെയൊക്കെ മരുന്ന് ഇങ്ങനെ എടുത്തു നോക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇവരും വിചാരിക്കണ്ടായിരുന്നായിരിക്കാം ലൈക്ക് ഓക്കെ ഇതുണ്ട് ലൈക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, അങ്ങനെ അങ്ങനെ ഇവർക്ക് തോന്നല് കൊടുത്തിട്ടുണ്ട് കൊച്ചിലെ. പക്ഷെ എനിക്ക് അങ്ങനെ ഓക്കെ ഇങ്ങനെ തന്നെ വേണം എന്നൊരു ഇപ്പൊ കൊച്ചിലെ തൊട്ടേ ഇല്ലായിരുന്നു. ഒരു 10 വരെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യണം എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോ ചാടി നടക്കുന്ന സ്വഭാവമായിരുന്നു. പക്ഷെ ഒരു 10 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തോ ഡോക്ടർ പേര് വരുമ്പോ ഒരു ഡോക്ടർ അമാലിന് കേൾക്കാൻ ഒരു ആഗ്രഹം. ആഗ്രഹം. പിന്നെ ഇവർക്ക് അത് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ലൈക്ക് വീട്ടുകാർക്കാണെങ്കിലും അങ്ങനെ കണ്ട, അതായത് നമ്മുടെ ജനറേഷനിൽ ഏതാണ്ട് ഫസ്റ്റ് ഡോക്ടർ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എനിക്കും ഇഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പക്ഷെ അതൊരു ഡ്രീമായിട്ട് വന്നത് ഒരു 10th ഒക്കെ കഴിഞ്ഞ് ലൈക് ഡോക്ടർമാരെ കാണാൻ തുടങ്ങിയപ്പോ, അതായത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു ഡോക്ടർ ഇങ്ങനെ വരുന്നു, ആ ഡോക്ടർക്ക് കിട്ടിയ റെസ്പെക്ട് അതൊക്കെ കണ്ടപ്പോ നമുക്കാണെങ്കിലും ഓക്കെ എനിക്കും കൊള്ളാം എനിക്കും ആയ നല്ലതല്ലേ എന്ന് തോന്നി. അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു ഡ്രീമിൽ ഇപ്പൊ പേരൻസ് പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ അതിൽ ഇപ്പൊ ഇവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഒരു 1 ഇയർ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1 ഇയർ ആകുമ്പോൾ തന്നെ നമ്മൾ ഡ്രീം കാണുന്ന പോലെ ചിലപ്പോൾ ഈസി ആയിരിക്കത്തില്ല ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. അപ്പൊ അതിൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഡൗൺ ആയി പോയി കാണും, അതൊന്ന് കയറി വരും, ചിലപ്പോൾ പിന്നെയും ഡൗൺ ആയി പോകും. ആ സമയത്ത് അപ്പൊ അമ്മലെ പേരൻസ് ഇപ്പൊ എങ്ങനെയാണ് അമ്മലെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ ഒരു ജേണി ത്രൂ ഔട്ട്? ഇവരിതേപോലെ ഈ ബ്രില്യന്റ് എനിക്ക് ഇവരാണ് കണ്ടുപിടിച്ച് തന്ന തന്നെ, അല്ലാതെ എനിക്കിങ്ങനെ ഒരു ഐഡിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഇപ്പൊ മമ്മിയുടെ ഓഫീസിൽ ഒരു സാറിന്റെ മോൾ ഇതേപോലെ ബ്രില്യന്റ് പഠിച്ചിട്ട് ഇപ്പം കോൺവൊക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഡോക്ടറാണ്, MBBS കഴിഞ്ഞു. അപ്പൊ ആ ആള് ഇതേപോലെ ബ്രില്യന്റിലാണ് പഠിച്ചത്. അപ്പൊ ആ ചേച്ചി വഴി ഇതേപോലെ ബ്രില്യന്റിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ബ്രില്യന്റിലോട്ട് വരാൻ പറ്റിയത്. അങ്ങനെ ബ്രില്യന്റിലോട്ട് വന്നു. ബ്രില്യന്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കേറിയപ്പോ നല്ല ട്രബിൾസ് ഉണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം ഞാൻ പഠിച്ച രീതിയോ അല്ലെ ഇത്രയും കാലം ഞാൻ നിന്ന ഒരു ഇതേ അല്ല, ഇത്രയും കാലം ചുമ്മാ എന്തെങ്കിലും ഇതാക്കുമ്പോഴേ എനിക്ക് റിസൾട്ട് വന്നോണ്ടിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങനെ പോരാ, ഇൻഡെപ്ത് ഞാൻ പഠിക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ അതിലേക്ക് ഇറങ്ങി ചെന്നു, കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആദ്യമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നല്ല രീതിയിൽ മാർക്ക് പറഞ്ഞു. ഞാൻ എന്നും ഇവരോട് പറയുന്നു, അതായത് എന്നെ പോലെ പൊട്ടൻഷ്യൽ ഉള്ളവരല്ലേ അവിടെ ഉള്ള എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറയുന്നു അവർക്ക് കിട്ടുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നു. പിന്നെ ഇവരാ പറഞ്ഞു അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കുകയും, അതായത് ഒരു ഒന്ന് തളർന്നു പോകുമ്പോഴാണ് നമ്മളോട് ഫുൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോണിന്റെ ഒക്കെ കാണേലും വിളിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അവര് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവരുടെ സപ്പോർട്ട് എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഓവറോൾ ജേർണിയില്. സോ ഇപ്പൊ പമ്മാല് പറഞ്ഞ പോലെ രണ്ടാളുടെ ഭാഗത്തും നല്ല സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് പേരൻസിനോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഈ ഒരു 1 ഇയർ ജേർണിയിൽ ഇപ്പോൾ ഏതോ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അവരൊരു 1 ഇയർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ടിലേക്ക് അച്ചീവ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ അവരുടെ ഒരു സ്ട്രഗിളിനെ പോലെ തന്നെ ആയിരിക്കും അവരുടെ പേരൻസിനും ആ ഒരു സ്റ്റുഡന്റിനോട് എങ്ങനെ അവരെ ഒന്ന് മോൾഡ് ചെയ്ത് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി മൂവ്മെന്റ്സ് അവരെടുത്ത് കാണും. അപ്പോൾ ഇനി നമ്മൾ ഇത് കാണുന്ന ഇപ്പോൾ പേരൻസിനോട് അപ്പൊ ആസ് എ സ്റ്റുഡന്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഇപ്പൊ അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന പേരൻസിന്റെ അടുത്തോടാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഈ കാണുന്ന ആയിക്കോട്ടെ, ഇപ്പൊ എങ്ങനെ ഒരു പേരന്റ് ആസ് എ പേരന്റ് എങ്ങനെ ആയിരിക്കണം ഇപ്പൊ ഒരാളെ ഒരു ത്രൂ ഔട്ട് 1 ഇയർ ഈ ഒരു ജേർണിയിൽ സ്ട്രോങ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ആൾക്കാരെ. അപ്പൊ ആൾക്ക് എങ്ങനെയാണ് ഒരു രീതിയിൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഡൗൺ ആകുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ആസ് എ പേരന്റിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയായിരിക്കും ഒരു സപ്പോർട്ട് എന്നൊന്ന് സാറിന്റെ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് മോൾ ഡോക്ടറായി കാണുക എന്നുള്ളത്. അതിന് വേണ്ടി ഇത്രയും സപ്പോർട്ട് തന്ന മോൾ ഈ രീതിയിൽ ഈ റിസൾട്ടിൽ എത്തിച്ച ബ്രില്യൻ്റ് ആദ്യം നന്ദി പറയുന്നു. പിന്നെ മോള് ആ ബ്രില്യൻ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു. അപ്പം ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ മോള് വിഷമിക്കും. അപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മോളെ എപ്പോഴും കൂളാക്കി നിർത്തുക എന്നാണ്. അപ്പോൾ മാർക്ക് കുറയുകയാണെങ്കിൽ ഞാൻ പറയും അവന് നല്ല റാങ്ക് ഉണ്ടല്ലോ, പേടിക്കണ്ട, എല്ലാവരും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ റാങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ എക്സാം പൊതുവെ പാടായിരിക്കും, അതുകൊണ്ടായിരിക്കും മോന് മാർക്ക് കുറഞ്ഞിട്ട് റാങ്ക് കിട്ടിയത് എന്ന് ഞാൻ പറയും. ഇനിയിപ്പം മാർക്കുണ്ട് റാങ്ക് പറയുകയാണെങ്കിൽ പറയും മോന് ഇത്ര നല്ല മാർക്കുണ്ടല്ലോ, മോന് നന്നായിട്ട് തന്നെ പഠിക്കുക, മോൻ പഠിക്കുക, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, മാർക്കും നോക്കണ്ട റാങ്കും നോക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൂളാക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോൾക്ക് മാർക്ക് കുറയും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും മോൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ മിസ് വിളിച്ചിട്ട് നീതു മിസ് വാർഡൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും മോൾ എന്താണ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും മോള് ഇങ്ങനെ എക്സാം ഇച്ചിരി ടഫായിരുന്നു, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മാർക്ക് കുറഞ്ഞ ദിവസങ്ങളൊക്കെ പറയുമ്പോൾ എക്സാം ടഫായിരുന്നു എന്ന് പറയും. അപ്പം മിസ് പറയും
സാറേ കുഴപ്പമില്ല, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, പൊതുവെ എക്സാം തവണ നമ്മുടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്, അപ്പം അതുകൊണ്ടായിരിക്കാം മാർക്ക് കുറഞ്ഞെന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു കാരണങ്ങൾ ഉണ്ടാവും, അത് മിസ് എന്നോട് ഷെയർ ചെയ്യും, എന്നെ കൂളാക്കും. അപ്പം എൻ്റെ ടെൻഷൻ പകുതി പറയും. പിന്നെ മോളെ എപ്പോഴും ഞാൻ കൂളാക്കി നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. സോ നേരത്തെ അമാൽ പറയുണ്ടായി, അമാലിന്റെ ഒരു MBBS സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചെറുപ്പം തൊട്ടേ ഞാൻ കുറച്ച് രോഗികളെയും കുറച്ച് മരുന്നുകളെയൊക്കെ കണ്ട് വളർന്നുകൊണ്ടാണ് എൻ്റെ ഒരു കുട്ടി ഡോക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ 2 പേരാണ് ഈ ഇരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അവരാണ് ഇപ്പൊ അമൽ ചെറുപ്പം തൊട്ടേ അമാലിന്റെ ഒരു കണ്ടു പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു ഇപ്പൊ അമലിന് ഒരു ഡോക്ടർ ആവാനുള്ള ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അമാലിനെ കുറിച്ച് ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ. ചെറുപ്പം മുതൽ അമാല് മെഡിസിനോട് വലിയ താല്പര്യവും, പിന്നെ ഞങ്ങൾ മരുന്ന് കഴിക്കാൻ എടുക്കുമ്പം അത് കറക്റ്റ് ആ ഡോസിൽ എടുത്തു തരുമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരാഗ്രഹം എൻ്റെ ഗ്രാൻഡ് ഡോക്ടറിലൂടെ സാധിക്കാവുന്നവർക്ക് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും മരുന്ന് കറക്റ്റ് ഡോസും ടൈമിങ്ങിലും എടുത്തു തരും. അപ്പോഴേ എനിക്ക് തോന്നി ഇതിന് ഡോക്ടറാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറ്റാത്ത ആഗ്രഹം ഇതിലൂടെ നേടിയെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പ്രാർത്ഥനയുണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിനോട് നന്ദി പറയുന്നു. വാപ്പ പറഞ്ഞ ഓൾറെഡി ഉള്ള നമ്മൾ കേട്ടു, അപ്പൊ അതിന്റെ സപ്പോർട്ട് ടീച്ചർ എങ്ങനെയായിരുന്നു സപ്പോർട്ട് കേട്ടു. പക്ഷെ പൊതുവെ ഒരു 1 ഇയർ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിന്ന ആളാണല്ലോ, ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിൽ നിന്നേന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് കരച്ചിലിനും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നോർമലി കരഞ്ഞ് അമ്മയോടൊക്കെ ഒത്തിരി ഫോണിലൊക്കെ വിളിച്ച് പറ്റുന്നില്ല, അയ്യോ പറ്റുന്നില്ല എന്ന കരച്ചിൽ എന്തായാലും അമ്മയും കേട്ട് കാണും. അപ്പൊ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് അമ്മാലിനെ ഒന്ന് പിടിച്ച് നിർത്തിയത്? അവിടെ നിങ്ങൾക്ക് ഒരു വർഷം അവിടെ നിങ്ങൾക്ക് പറ്റും, നിന്നെ കൊണ്ട് ആ ഒരു ഇത് കാലിബർ ഉണ്ടെന്ന് പറഞ്ഞ ആ കരച്ചിലിനെ എങ്ങനെയാണ് ഉമ്മയൊന്ന് സമാധാനിപ്പിച്ചതെന്നൊന്ന് ഷെയർ ചെയ്യാവോ? ഇങ്ങനെ പെട്ടെന്ന് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് കുട്ടി പെട്ടെന്ന് കാണണം എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറയും. അപ്പൊ നമ്മളിങ്ങനെ പറയും, സാരമില്ല ഞങ്ങൾ എത്തിക്കോളാം, ഇത്ര ദൂരമല്ലേ ഉള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ മാർക്ക് കുറയുന്ന ടൈമിലും ഒരു ടെൻഷനുണ്ട്. അന്നേരം ഇങ്ങനെ ഞങ്ങൾ പറയും, സാരമില്ല, ഇത് അല്ലല്ലോ പരീക്ഷ, മെയിൻ പരീക്ഷ വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒന്നും പേടിക്കണ്ട, മെയിൻ എക്സാം വരുമ്പോഴേക്കും ശരിയായിക്കോളും നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. സോ 2024 നമ്മുടെ ടോപ്പറായിട്ട് വന്നിരിക്കുന്ന അമാൽ ഫാത്തിമയുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത വർഷം നീറ്റ് 2025 എന്ന ഡ്രീം സ്വപ്നം കണ്ട് നടക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് അപ്പൊ ഈ ഒരു വിഷ്വൽ കാണുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അപ്പൊ നോർമലി ഈ ഒരു സ്റ്റേജിലായിരിക്കും പല ആൾക്കാർക്കും അവരൊരു കാലിബർ ഡൗട്ട് വരുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ റാങ്ക് എന്താ ബാക്കിൽ പോകുന്നത്? അപ്പൊ അങ്ങനത്തെ ഒത്തിരി കൺസേൺസ് ഈ കാണുന്ന ഇപ്പോൾ ഒരു ഓൺ ഗോയിങ് പോകുന്ന കുട്ടികൾക്കുണ്ടായിരിക്കും. അപ്പൊ അമ്മാളുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്ട്രാറ്റജി അപ്പൊ എങ്ങനെയായിരുന്നു നമ്മളെ ഒരു ബെസ്റ്റ് റിസൾട്ട് ലാസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർക്ക് എന്താണ് ഇപ്പോൾ മോളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇപ്പൊ കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു മെസ്സേജ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം അവരോട്. തുടക്കത്തിൽ എന്തായാലും റാങ്കും മാർക്കും എല്ലാം കുറയും, അത് കുറഞ്ഞിട്ടാണ് കൂടുക. അല്ലാണ്ട് ആദ്യം തന്നെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുന്നത് അങ്ങനെ നിക്കത്തില്ല. ലൈക്ക് കുറഞ്ഞിട്ട് കൂടുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയിട്ടല്ലേ നമുക്ക് എന്താ പറയാ അതിൽ നിന്ന് ലൈക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ വീക്ക് പോയിന്റ് മനസ്സിലാവുന്ന ഒരു സമയം വരും. അതിൽ തളർന്നു പോയി ആ നിർത്തി പോവാതെ ബാക്കി ലൈക്ക് കുറഞ്ഞോട്ടെ പിന്നെ കൂടാനുള്ളതാന്നുള്ളൊരു വിശ്വാസത്തെ മുന്നോട്ട് പോവുക. തുടക്കത്തിൽ എനിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് വന്ന് ഈ എൻട്രൻസ് വരുമ്പം സ്കൂളിൽ പഠിച്ചിരുന്ന രീതി അല്ലല്ലോ, അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതിൽ തളർന്നു പോവാതെ വീണ്ടും മുന്നോട്ട് പോവുക. അതായത് മാർക്ക് കുറയും കൂടും നല്ലപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതായത് ഇന്ന് കൂടിയാൽ ചിലപ്പോൾ നാളെ കുറയാൻ സാധ്യതയുണ്ട്. അതിലൊന്നും എന്താ വിഷമിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. ഇപ്പൊ എന്റെ അനിയൻ ഇതേപോലെ SFS റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വിളിച്ച് ഓരോന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവനോട് ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ലൈക്ക് ഇന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തി പോവോ അല്ലെങ്കിൽ നാളെ കൂടി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് ഓക്കെ ഇനി എനിക്ക് വേണ്ട നിർത്താം എന്ന് പറഞ്ഞ് ഇരിക്കുകയോ ചെയ്യാതെ ഫുൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക. കൂടിയാലും കുറഞ്ഞാലും ഒരേ രീതിയിൽ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പൊ NCERT വായിക്കാൻ നിങ്ങൾ കുറെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അത് വായിക്കുന്ന മാത്രമല്ല കാര്യം, വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറിയോ അല്ലെങ്കിൽ നമ്മൾ പാസീവായിട്ടാണോ വായിച്ച് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. കഴിയുന്നത്ര ക്വസ്റ്റ്യൻസിൽ കൂടെ തന്നെ പോവുക. എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് ഫെമിലിയർ ആയിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ടെൻഷൻ എല്ലാവർക്കും വരും, പക്ഷെ ആ ടെൻഷൻ കൊണ്ട് നിങ്ങളുടെ ആ ഡ്രീമിനെ നിങ്ങൾ കളയാണ്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടത് നമ്മുടെ അമാൽ ഫാത്തിമയുടെ വിശേഷങ്ങളാണ്. അപ്പൊ ഇനി ഒരു ഡ്രീം ഓൾറെഡി അച്ചീവ് ചെയ്തു. അപ്പൊ ഇനി ഭാവിയിൽ ബ്രില്യൻ ഫാമിലിയോട്ട് വരുന്ന സമയത്ത് ഡോക്ടർ അമാലായിട്ട് നിങ്ങൾ എല്ലാവരുടെയും കൂടെ നല്ല ഹാപ്പി ആയിട്ട്
വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.